ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ഒരു ഫേവറേറ്റ് സോപ്പാവില്ലേ പിയേഴ്സ് സോപ്പ്. അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കട്ടെ വീട്ടിൽ തന്നെ. അതും എങ്ങനെ 2 തരത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഇത് ഹണി എക്സ്ട്രാക്റ്റ് വിത്ത് കളർ വരുന്ന സോപ്പ് ബേസ് ആട്ടോ. ഒരു 978 ഗ്രാം ഉണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടി എടുക്കുന്നതാട്ടോ. അപ്പോൾ ഓർഡറിനനുസരിച്ച് ചെയ്ത് കൊടുക്കാറാണ് നമ്മൾ പതിവ്. അപ്പോൾ ഒരു ജസ്റ്റ് ചെറിയൊരു പീസ് എടുത്തിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ. ഒരു 320 ഗ്രാമോളം നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 3-4 സോപ്പിനുള്ള ബേസ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ ബേസ് നല്ല അടിപൊളി ബേസാട്ടോ. എപ്പോഴും ഞാൻ പറയുന്നതാണ്, നല്ല ബേസ് നോക്കി എടുക്കണം, എന്നാലേ നമ്മൾ സോപ്പ് ശരിയാവുള്ളൂ. കണ്ടോ, 321 ഗ്രാം. ഏതൊരു കാര്യത്തിനും നമ്മൾ പറയില്ലേ, വീട് നന്നാവണേ, തറ നന്നാവണം എന്ന് പറയുന്ന പോലെ സോപ്പ് നന്നാവണേ ബേസ് നന്നാവന്നെ വേണം. അപ്പോൾ നമുക്കിനി ഇത് ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്യാം. നമ്മളിങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് മെൽറ്റായി കിട്ടാനാണ് കേട്ടോ, അല്ലാതെ വേറൊരു കാര്യത്തിനുമല്ല. എത്രത്തോളം നമ്മളത് കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുന്നോ അത്രത്തോളം എളുപ്പം അത് മെൽറ്റായി കിട്ടും. അപ്പോൾ നമുക്കിത് മെൽറ്റാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, എന്താ ഭംഗിയില്ലേ. ആ കളർ ഒന്ന് കാണണമായിരുന്നു, കാരണം വീഡിയോയിൽ എത്രത്തോളം കാണുന്നതെന്ന് അറിയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് കാണാൻ. കേട്ടോ, നമ്മളെ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നമ്മളെ ബേസ് കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇനി 321 ഗ്രാം സോപ്പ് ബേസിലേക്ക് എത്ര കൂട്ട് ചേർക്കണം എന്നുള്ളത് നമുക്ക് നോക്കട്ടോ. ഇതിൻ്റെ ഇടയിൽ എൻ്റെ വെയിറ്റിംഗ് മെഷീനിന് എന്തോ ഒരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ശരിക്കൊരു കാണിക്കല്ല, എന്നാലും നിങ്ങളൊരു മനസ്സിലാവുന്നുണ്ടാവില്ല. ഒരു 10 ഗ്രാമോളതാ ഞാനിപ്പോൾ ജെല്ലെടുത്തിട്ടുണ്ട്, അലോവേറ ജെല്ലാട്ടാ. പിന്നെ ഇതിലേക്ക് നമ്മൾ ദന്തപാല ഓയിലാട്ടത് ചേർക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിലാറ് ഡാർക്ക് കളർ വരുവേ ദന്തപാല ഓയിൽ. ഇത് ഞാൻ കുറച്ച് ലീഫ് വെച്ച് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ദന്തപാല ഓയിലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഓയിലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഇങ്ങനെ സോപ്പിലൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തത് വിറ്റാമിൻ ഇ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഒരു 4 ഡ്രോപ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മളെ പിയേഴ്സിൽ ഏറ്റവും മുഖ്യമായൊരു ഘടകം കേട്ടോ, ഗ്ലിസറിൻ. എല്ലാ പിയേഴ്സിൻ്റെ ഏത് മോഡൽ സോപ്പാണെങ്കിലും അതിൽ നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല ഗ്ലിസറിൻ റിച്ച് ആണ് നമ്മൾ പിയേഴ്സ് സോപ്പ്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് ഒരു വൈറ്റ് പേസ്റ്റ് പോലെ വരെ നല്ലോണം അതിൻ്റെ മിക്സിങ് പരിവാകുമ്പോൾ. അപ്പോൾ നമ്മൾ കൂട്ടൊക്കെ ഇപ്പോൾ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ബേസ് ഡബിൾ ബോയിൽ ചെയ്യണം, നമ്മൾ കട്ട് ചെയ്ത് വെച്ച സോപ്പ് ബേസ്. അപ്പോൾ ആദ്യം എന്താ വെക്കണം, ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ബേസ് കട്ട് ചെയ്ത പാത്രം അത് തിളക്കുമ്പോൾ, ആ വെള്ളം തിളക്കുമ്പോഴാണ് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കേണ്ടി. എന്നിട്ട് നമുക്കത് മെൽറ്റ് ചെയ്തെടുക്കാം. ചെറിയ ക്യൂബ്സ് ആക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്കത് അലിയിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മളെ കൂട്ടൊക്കെ ഇതിലേക്ക് ചേർത്ത്. അപ്പോൾ ഈ കൂട്ട് ഒരു ജെൽ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മളെ ബേസിലോട്ട് അങ്ങോട്ട് ചേരുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് പഞ്ച് ചെയ്ത് കൊടുത്താണ് നോക്കിയാൽ കാണാം കേട്ടോ. നമ്മൾ ഒരു ഭാഗത്തിലേക്ക് ഇങ്ങനെ പഞ്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ജെല്ലൊക്കെ ഇതിൽ അലിയിച്ചെടുക്കുന്നത്. ഇപ്പോൾ വാട്ടർ കൺസിസ്റ്റൻസി ആണെങ്കിൽ പെട്ടെന്ന് അത് ലയിച്ചു കിട്ടും നമ്മളെ ബേസിൽ. അപ്പോൾ ഇത് എല്ലായിടത്തും ഒരേപോലെ എത്തണം, അതിനാണ് നമ്മൾ ഇത് അലിയിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അലിയിച്ചെടുക്കാം. പിന്നെ ഇതൊക്കെ നല്ല ഈസിയാണ് സോപ്പ് മേക്കിങ്ങും. നമ്മളെ വീട്ടിൽ നല്ല ഹെർബൽ ആയിട്ട് ഓർഗാനിക് ആയിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കി വെച്ചാൽ നല്ലത്. നമ്മളെ കുഞ്ഞു മക്കൾക്കും നമുക്കൊക്കെ നല്ലതാട്ടോ. പിന്നെ അത് നല്ലോണം ലയിച്ചു എന്ന് ഉറപ്പായാൽ നമുക്കിത് എടുക്കാം കേട്ടോ, സ്റ്റൗവിൽ നിന്ന് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് 100 ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾട്ടാട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു സോപ്പ്. പിന്നെ അടുത്തത് 80 ഗ്രാമിൻ്റെ 2 സോപ്പിൽക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒഴിക്കുന്ന ഈ ചോപ്പ് മോൾഡ് നമുക്ക് കുറേ വെറൈറ്റി ഷേപ്പുള്ള ഒരു മോൾഡാട്ടോ. ഇതൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആട്ടോ മോൾഡൊക്കെ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളായിട്ടും കോൺടാക്ട് ചെയ്യുക, നമ്പർ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കട്ടോ. ഇതൊക്കെ വളരെ ഈസിയാണ്. പിന്നെ എന്തെങ്കിലും നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് പഠിക്കാനും നല്ലൊരു ജോലി നേടാൻ കഴിയാത്തവർക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത്
ഒരു വരുമാനം ഉണ്ടാക്കാം കേട്ടോ. അപ്പം എല്ലാവരും അതൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഒക്കെ നല്ലതാട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാന്നുള്ളത് നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് വരുന്ന ഒരു സംഭവമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിജയിക്കുമ്പോൾ അതിൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. അത് നമുക്ക് അനുഭവിച്ച് അറിയുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ ഗ്ലിസറിൻ ബേസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കട്ടോ. അപ്പോൾ ഇതാ ബേസ് എടുക്കുക, ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യാം. ഞാനിത് അന്ന് വീഡിയോ എടുക്കുന്ന ടൈമിൽ 3-4 സോപ്പ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒന്നാകണ്ട് എടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ടൈമില്ലാത്തത് കാരണം ഞാൻ ബേസ് കുറച്ച് ചെറുതാക്കാതെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയാണ് ഇട്ടത്. അതിനുള്ള റിസൾട്ട് നമുക്ക് മെൽറ്റ് ചെയ്യുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ സോപ്പ് മേക്കിംഗ് മാത്രമല്ല കേട്ടോ, ചിലവർക്ക് ക്രാഫ്റ്റിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അവരതൊക്കെ ചെയ്ത് നോക്കുക. എന്തിലും നമുക്ക് എന്താണോ ടേസ്റ്റ്, നമ്മളെ പാഷൻ എന്താണ് അത് നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട്. മറ്റ് സോപ്പിനേക്കാളും പി എ സോപ്പിലേക്ക് ഞാൻ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ വിറ്റാമിൻ ഇ ഓയിൽ ഒരു 3 തുള്ളി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ നമ്മളൊരു കളറ് വരണമല്ലോ. പിന്നെ ഹണി നല്ലതുമാണ്. നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഹണി എൻ്റെ എടുക്കുക കേട്ടോ. അതിപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. പിന്നെ ഹണിക്ക് പഴക്കം കൂടുന്തോറും നല്ല കാപ്പി കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് അടുത്തൊരു ഓയിലാണ്, സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഓയിലാണ്. ഇതൊക്കെ ഇങ്ങനെ എല്ലാവർക്കും അറിയുണ്ടാവും കേട്ടോ. മഞ്ചിഷ്ടയും ലിക്വറൈസും ഒക്കെ ചേർത്ത് വെച്ച് കാച്ചിയെടുക്കുന്നൊരു എണ്ണ കേട്ടോ. ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ എടുത്തിട്ട് അതൊരു 1.5 ടേബിൾ സ്പൂണോളം അത് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റേ പി എസ് സോപ്പിലേക്ക് നമ്മൾ ഒഴിച്ച ദന്തപാല ഓയിൽ താരനും എക്സിമ പോലത്തെ ചൊറിച്ചിലിനും ഒക്കെ നല്ല ഓയിലാട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാം. കണ്ടോ, നമ്മൾ ബേസ് മെൽറ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. കണ്ടോ, പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റായി കിട്ടണില്ലായിരുന്നു. വലിയ വലിയ പീസ് ആയതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിരുന്നു. അപ്പോൾ ബേസ് ഫ്രാഗ്രൻസ് ഓയിൽ മോൾഡൊക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് തരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതാ നമുക്കിത് മെൽറ്റാക്കി എടുക്കട്ടോ. നല്ലോണം മെൽറ്റായി വന്നാൽ നമ്മളതാ എടുത്തു വെച്ച ആ കൂട്ട് അതിലേക്ക് ചേർത്ത് വെക്കുക. ഞാൻ ഈ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചപ്പോൾ ഈ ദന്തപാല ഓയിൽസിൻ്റെയും ഈ ഇപ്പോൾ ഇതിലേക്കുള്ള സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിൻ്റെ ഒക്കെ സ്മെല്ലിനെ മുന്നിട്ട് നിൽക്കാനുള്ള ഫ്രാഗ്രൻസ് ഓയിൽ നമ്മൾ ഒഴിക്കണേ. ഞാൻ ഒഴിച്ചത് കുറച്ച് കുറഞ്ഞത് കാരണം മണത്തിരി കുറവുണ്ടായിരുന്നു കേട്ടോ പേസിൻ്റെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഓയിലിൻ്റെ ഒക്കെ സ്മെല്ലിനനുസരിച്ച് നമ്മൾ ഫ്രാഗ്രൻസ് ഓയിൽ കൂടുതൽ ഒഴിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് സോപ്പിന് നല്ല സ്മെല്ല് കിട്ടുള്ളൂ. ഇത് എൻ്റെ ഉമ്മ ഉപയോഗിച്ചപ്പോഴാണ് പറഞ്ഞത് സോപ്പ് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, മണം ഇത്തിരി കുറഞ്ഞു കിട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഓയിൽസിൻ്റെ മണം കൊണ്ട് ഈ നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിലിൻ്റെ മണം അവിടെ മുന്നിക്ക് വരുന്നില്ല. അതാണ് കേട്ടോ. നമ്മളിതിൽ എന്താ പറയുക, സ്കിൻ ബ്രൈറ്റനിങ് ഓയിലൊക്കെ കുറച്ച് കൂടുതൽ ആഡ് ചെയ്താണല്ലോ, അതാട്ടോ. അപ്പോൾ ഞാനിതിൽ പാക്കിങ് ചെയ്യുന്നോ കവർ ചെയ്യുന്നോ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അതൊക്കെ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതല്ലേ എഴുതിയിട്ട്. അപ്പോൾ ഇത് നല്ലോണം മെൽറ്റായിട്ട് വന്നതിന് ശേഷം നമുക്കിതാ പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നമുക്ക് ഇത് മതിയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും വേഗം പാക്ക് ചെയ്ത് എടുത്ത് വെക്കണം. ഇപ്പം മഴ പെയ്യുന്ന സീസൺ ആയതുകൊണ്ട് സോപ്പിലൊക്കെ ഇങ്ങനെ ഒരു വിയർപ്പ് തുള്ളി പോലെ വരുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അത് ഗ്ലിസറിൻ ആഡഡ് ആയിട്ടുള്ള സോപ്പിൻ്റെ പ്രത്യേകതയാണ്. ഗ്ലിസറിൻ ആഡ് ചെയ്തതാണ്, നല്ല സോപ്പ് ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളത് എപ്പോഴും കവർ ചെയ്ത് സൂക്ഷിക്കുക കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ആക്കി ഇടാതിരിക്കുക. സോപ്പ് റെഡി ആയി 2 മണിക്കൂർ കഴിഞ്ഞാൽ അത് കവർ ചെയ്ത് സൂക്ഷിക്കുക. ഹോളൊന്നും ഇല്ലാണ്ട് നല്ല സെക്യൂർ ആയിട്ട് വെക്കുക. ഞാനിത് കവർ ചെയ്തത് പോലും ശരിക്കും ഹോൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് സ്വെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ടും വരുന്നവരെ എല്ലാവരോടും ബൈ.